നമസ്തേ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. നിങ്ങളൊരു വോയിസ് ആർട്ടിസ്റ്റ് ആണോ? നിങ്ങളുടെ ബ്രീത്തിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെസ്റ്റ് ബ്രീത്തിങ് ആണോ, നെക്ക് ബ്രീത്തിങ് ആണോ? ഇതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ ബ്രീത്തിങ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വോക്കൽ കോഡ്സിന്റെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കും. വോക്കൽ കോഡ്സിന്റെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ വോയിസിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ചെസ്റ്റ് ബ്രീത്തിങ്, നെക്ക് ബ്രീത്തിങ്. സാധാരണ നമ്മൾ ശ്വാസം എടുക്കാൻ പറയുമ്പോൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ലായിരുന്നു ഇതെന്താണ് കാര്യം, എന്താണ് സംഭവം, ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പാടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ അകത്തേക്ക് കുഴിഞ്ഞു വരും. ഈ രീതിയിൽ ആണോ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കൂ, നിങ്ങൾ ചെയ്യുന്നത് നെക്ക് ബ്രീത്തിങ് ആണ്. ഒരു വോയിസ് ആർട്ടിസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എയർ ഫില്ലാവേണ്ടത് ലങ്സിലാണ്. എങ്ങനെയാണ് അപ്പോൾ ആക്ച്വൽ ബ്രീത്തിങ് നമ്മൾ ചെയ്യേണ്ടത്? ശരിക്കും നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ആൻഡ് അബ്ഡമിൻ പോർഷൻ മാത്രമേ വികസിക്കുകയുള്ളൂ. അല്ലാതെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നോക്കൂ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിവിടെ ആക്ച്വലി ബ്ലോക്ക് ചെയ്യുകയാണ്. നമ്മുടെ എയർ ലങ്സിലേക്ക് പോകുന്നില്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സഫീഷ്യൻ്റ് എയർ നമുക്ക് കിട്ടില്ല. വോക്കൽ കോഡ്സിന് ആവശ്യത്തിന് എയർ ഉണ്ടെങ്കിലല്ലേ നല്ല സൗണ്ടിങ് ഉണ്ടാവുകയുള്ളൂ. ആക്ച്വലി ഇത് റിലേറ്റ് ചെയ്ത് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ഈ ഭാഗത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ട്. ഇത് എനിക്ക് എൻ്റെ ഡോക്ടർ അഡ്വൈസ് ചെയ്ത് നെക്സ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു ഞാൻ ആ വിവരം നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. കാരണം അതെനിക്കൊരു ഐ ഓപ്പണർ ആയിരുന്നു. എൻ്റെ ഒരു പരിധി വരെ വിഷയങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ ഉണ്ട് പാടുന്ന സമയത്ത്. ഇതെല്ലാം പ്രോപ്പർ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ട് വരും. എനിക്കെന്തോ ഫ്രീ ആയ ഒരു ഫീൽ കിട്ടി പ്രോപ്പറായിട്ട് ഞാൻ ബ്രീത്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പം. അത് ഞാൻ കൈയോടെ ഷെയർ ചെയ്തതാണ്. ആക്ച്വലി ഞാനത് ആ ടെക്നിക്ക് ഞാൻ പഠിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പക്ഷേ അങ്ങനെയല്ല. ഇപ്പം എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട്. പ്രോപ്പറായെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അറിയാതെ അങ്ങനെ സംഭവിക്കാം. വോയിസ് ആർട്ടിസ്റ്റ് ആണ് നിങ്ങളെങ്കിൽ ചെസ്റ്റ് ബ്രീത്തിങ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും വിഷയം നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു വോയിസ് തെറാപ്പിസ്റ്റിനെ കണ്ട് തന്നെ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈസി ആയിട്ടൊരു വേ ഞാൻ പറഞ്ഞുതരാം. കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നമ്മൾ പാടി നോക്കുക. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുക. ഈവൻ സംസാരിക്കുമ്പോഴും നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇങ്ങനെ നമ്മൾ എടുക്കുന്നുണ്ടാവാം, തീർച്ചയായിട്ടും വരും, സംഭവിക്കും. പക്ഷേ അതിൻ്റെ എണ്ണം കുറയ്ക്കുക. നമ്മൾ മാക്സിമം ഇങ്ങനെ ബ്രീത്ത് ചെയ്ത് ശീലിക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരുപാട് ഹെൽപ്ഫുൾ ആവും. കാരണം അതെനിക്ക് ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്.